വിലവർദ്ധനവിൽ നിന്നും 100% പരിരക്ഷ. ആഭരണങ്ങൾക്ക് 0% പണിക്കൂലി. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 04931200916. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ ഒരു ഘടകമേ അല്ലെന്നും ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരമെന്നും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. ബൈപ്പാസും റെയിൽവേ അണ്ടർപാസും പ്രളയ പുനരധിവാസവുമെല്ലാം വികസന മുരടിപ്പാണ് നിലമ്പൂരിൽ നിന്നും അതിനെതിരെയുള്ള ജനങ്ങളുടെ വികാരമാണ് ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അമരമ്പലം പഞ്ചായത്തിലെ 1ാം ഘട്ട പര്യടനം നടത്തുകയായിരുന്നു ഷൗക്കത്ത്. പ്രചരണ പരിപാടികളൊക്കെ ഇങ്ങനെ കൊഴുത്ത് മുന്നോട്ട് കൊണ്ടുപോവാണ്. എങ്ങനെയൊക്കെയാണ് ആളുകളുടെ പ്രതികരണമൊക്കെ എങ്ങനെയാണ്? വളരെ ആവേശകരമായി നമ്മൾ വളരെ നേരം വൈകിയാണ് ഓരോ സ്ഥലത്തും എത്തുന്നത്. അതിന്റെ കാരണം വഴിവക്കിലൊക്കെ കുറേ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ കഴിഞ്ഞ കുറേ പ്രളയത്തിൽ, പ്രകൃതിക്ഷോഭത്തിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന പെൻഷൻ കിട്ടാത്ത ആളുകൾ, ലൈഫിൽ വീടിനപേക്ഷിച്ച് കിട്ടാത്ത ആളുകൾ, പിന്നെ വന്യമൃഗ ശല്യത്താൽ വേട്ടയാടപ്പെടുന്ന ആളുകൾ, ഇവരൊക്കെ ഇങ്ങനെ കുറേ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അവരൊക്കെ അവിടെ പരാതികൾ പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരൊറ്റ കാര്യമാണ് പറയാനുള്ളത്. ഇത്രമാത്രം ദുരിതപൂർണമായ അവസ്ഥയിൽ കഴിയുന്ന ഈ നിലമ്പൂരിൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇവിടെ വരാൻ വൈകിപ്പോകുന്നത്. വളരെ വൈകിയാണെങ്കിലും ഇവിടെ എത്തുമ്പോൾ പിന്നെ ഏത് മഴയാണെങ്കിലും ആളുകൾ കാത്തു നിൽക്കുന്നൊരവസ്ഥ വിശേഷം. ഇത് വലിയൊരു എനർജിയാണ് തരുന്നത്. എനർജിക്കൊപ്പം തന്നെ ഒരു വലിയ ഉത്തരവാദിത്വം കൂടി തരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂരിൽ ഇപ്പോൾ ബൈപ്പാസ് ആണെങ്കിലും ഈ ഇലക്ഷനിൽ വരുമ്പോൾ കുറേ ഫണ്ടുകളൊക്കെ വെക്കുന്നല്ലാതെ ബൈപ്പാസിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അല്ലേ? ബൈപ്പാസിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പിന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ജനങ്ങളെ കബളിപ്പിക്കുക ജനങ്ങളെ. കാരണം ബൈപ്പാസ് 9 വർഷമായിട്ട് ഒന്നും ചെയ്തില്ല. UDF കൊടുത്ത 38 കോടി രൂപയല്ലാതെ ഒരു നയാ പൈസ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. മാത്രമല്ല, അതിന് മറ്റൊരു പ്രശ്നം, ഈ 9 വർഷമായിട്ട് എന്തുകൊണ്ടാണ് ജനങ്ങളെ ഇങ്ങനെ വാഗ്ദാനം നൽകി കബളിപ്പിച്ചത്? UDF നീക്കിവെച്ച ഫണ്ട് പോലും വിനിയോഗിക്കാൻ എന്തുകൊണ്ട് ഇത്ര സമയം വൈകി? ഇപ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും അപ്പം അതാണ് ചോദിക്കാനുള്ളത്. ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടതിന് പകരം എന്തെങ്കിലുമൊക്കെ പിന്നെ ചർച്ചകൾ വഴിമാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ സംസ്ഥാന പാതയിൽ അണ്ടർപാസിന്റെ നിർമ്മാണം സർക്കാർ ഒന്ന് ഇടപെട്ടതിൽ വേഗത്തിലാക്കാവുന്ന ഒരു സംഭവമാണ്. അണ്ടർപാസ് തുടങ്ങാൻ എത്ര വൈകി? തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് ലൈൻ മാറ്റണം എന്നും പറഞ്ഞ് അതിന്റെ പേരിൽ 8 മാസം ഒരു മെയില് തുറന്നു കൊടുക്കുന്ന അങ്ങനെയും പറയലേ. നിലമ്പൂർ ഇത്രമാത്രം അവഗണിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല. ചോദിക്കാനും പറയാനും ആളില്ല. നിലമ്പൂരിനെ എന്തും ഉദ്യോഗസ്ഥന്മാർക്കും ഭരണകൂടത്തിനും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ. ഇതിനൊരു മാറ്റം ഉണ്ടാകും ഈ അനാഥാവസ്ഥയിൽ നിന്ന്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.